ദേ ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒട്ടുമിക്ക ഫ്രൂട്ടുകളും നമ്മൾ പണ്ടൊന്നും കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കടയിലൊക്കെ. ഇതാണ് അബിയു. ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യരുത്, ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഇതിലൊരു സീഡുണ്ട്, അത് മാത്രമേ ഇതിനകത്ത് കളയാനുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത അത് ആദ്യം ഇതിനകത്തുള്ള വൈറ്റമിൻസിന് പറയാം. വൈറ്റമിൻസ് എ, സി, അതുപോലെ തന്നെ B3, ഈ 3 വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. ഈ ഒരു സീഡ് മാത്രമേ ഉള്ളൂ, അത് മാത്രം ജസ്റ്റ് നീക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. സത്യവതേ ഇനി ഇങ്ങനെ സ്പൂൺ വെച്ച് നമുക്ക് കോരി എടുത്ത് കഴിക്കാം കേട്ടോ. സൂപ്പർ സാധനം. ഇതിൽ ഫുള്ള് വാട്ടർ കണ്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഹൈ ഫൈബറാണ്. ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ വെയിറ്റ് ലോസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഐ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിത്തരും, നമ്മുടെ ബോഡി നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഈ ഹൈഡ്രേഷനിൽ നിന്നൊക്കെ ഈ ഒരു ചൂട് സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടു തുടങ്ങുന്നത് നല്ല ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഒരു സമയമല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും. സംഭവം ഇതാണ് കേട്ടോ. ഫ്രൂട്ട്സ് കടയിൽ കിട്ടുകയാണെങ്കിൽ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തത് സൂപ്പർ സാധനമാണ്, ടേസ്റ്റുമാണ്. ആ ഒരു തൊലി മാത്രമേ ഉള്ളൂ ഇതിൽ, ആ ഒരു ചെറിയൊരു കുരുവേ. എന്തായാലും വെയിറ്റ് ലോസ് നോക്കുന്നവർ ഒരു ടൈമിലൊക്കെ കഴിക്കാൻ ശ്രമിച്ചോളൂ, നമ്മളെ സ്നാക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത്. കാര്യം വെയിറ്റ് ചെക്ക് ഉള്ളവർക്കൊക്കെ മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിക്കോളും. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഹൈഡ്രേഷനിൽ നിന്നൊക്കെ ഒരൊറ്റ ഫ്രൂട്ടിൽ നിന്ന് ഇത്രയും 3 വൈറ്റമിൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കിയോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കിട്ടുവാണെങ്കിൽ കഴിച്ച് നോക്കിയോ.